സുഹൃത്തുക്കളെ ലിംറ മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇടി ഏതാവട്ടെ അടിച്ച് കഴിഞ്ഞാൽ അടിച്ചാൽ അതുപോലെ തടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ എന്ത് ചെയ്യാം, പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുന്ന രീതി. പെട്ടെന്ന് വീഴ്ത്തുക എന്നല്ല, അത് വളരെയധികം ഡേഞ്ചറാണ്. വളരെ സിമ്പിൾ ടെക്നിക്കാണ്, എന്നാൽ വളരെയധികം ഡേഞ്ചറായിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഇത് നോക്കാം. അടിച്ചാൽ തടുത്തതിനോട് കൂടിയിട്ടുണ്ട് ആ കൈ ബാക്കിൽ വെച്ചും കൊണ്ട് കണ്ടോ, കഴുത്ത് ഇങ്ങനെ തിരിക്കലാണ്. അത് ചിലപ്പോൾ ഇതിൽ കഴുത്ത് ഒടിയാം, ചിലപ്പം മരണം തന്നെ സംഭവിക്കാം. കാരണം അതാണ് ഞാൻ പറഞ്ഞ ഡേഞ്ചർ ടെക്നിക്കാണെന്നുള്ളത്. അപ്പോൾ ഇത് പരമാവധി പഠിച്ചെടുക്കുക എന്നല്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. കൊണ്ടടിച്ചാൽ തടുത്തു, അതേ കൈ കണ്ടോ, പെട്ടെന്ന് ഈ കൈയും ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും ചെയ്യുന്നത്, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരെ എന്താക്കണം, വളരെയധികം ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ കഴുത്തൊരു പരിധിയിൽ നിന്ന് അപ്പുറം തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താവും, നാഡികൾക്ക് തകരാറ് സംഭവിക്കും. അങ്ങനെ പലജാതി പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഡേഞ്ചർ ടെക്നിക്ക് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് സൈഡത്തെ കൈ കൊണ്ടാണോ തടുക്കുന്നത് അടിച്ചാൽ അതേ സൈഡത്തെ കാല് മുന്നിലോട്ടൊന്ന് കയറ്റുക, അതേ കൈ കണ്ടോ ഇങ്ങനെ വന്ന് ഈ കൈ കണ്ടോ താഴെ സൈഡിൽ വെച്ചും കൊണ്ട് തിരിക്കുകയുണ്ടോ. ഇത്ര ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നിക്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കയ്യിൽ. കാരണം ഇത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. കാരണം ഇത് നമുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അത്രയും ഡേഞ്ചറായിട്ടുള്ള ടെക്നിക്കാണ്. നമുക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയാൻ കാരണം. അപ്പോൾ സുഹൃത്തുക്കൾ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വരെയും ബൈ.